ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ സെറ്റ് ഗിഫ്റ്റിലെ അവസാന ചാപ്റ്ററിൽ എത്തി നിൽക്കുകയാണ്. ലാസ്റ്റ് മൊഡ്യൂൾ ഹ്യൂമൻ റൈറ്റ്സിലെ കെമിക്കൽ ഹാപ്പിനെസ് ആൻഡ് ദ മീനിങ് ഓഫ് ലൈഫ്. യുവാൽ നോവ ഹരാരി ആണ് അത് എഴുതിയിരിക്കുന്നത്. ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ആൻഡ് ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ കുറച്ചൊന്ന് ലോങ് ആണ്. അതുപോലെ തന്നെ പെട്ടെന്ന് കേൾക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നതാണ്. പക്ഷെ കുഴപ്പമില്ല, ആശയം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ആൻഡ് എല്ലാ വീഡിയോയിലും പോലെ നമുക്ക് ആദ്യം ഇൻട്രൊഡക്ഷൻ, ആമുഖത്തിന് മലയാളം സമ്മറി കേൾക്കാം. പക്ഷെ ആമുഖം താരതമ്യേന കുറച്ച് ചെറുതാണ് കേട്ടോ. ആൻഡ് ആമുഖം കേട്ടതിന് ശേഷം നമുക്ക് പാഠഭാഗത്തിന് മലയാളം സമ്മറിയും കേൾക്കാം. ഹരാരി 1976 ജനിച്ചു. ഒരു ജൂതനായ അദ്ദേഹം ജെറുസലേമിലെ ഒരു ഹീബ്രു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചരിത്രം പഠിച്ചു. മധ്യകാല ചരിത്രവും മിലിറ്ററി ചരിത്രവുമായിരുന്നു പ്രധാനമായി പഠിച്ചത്. ഓക്സ്ഫോർഡിൽ നിന്നും അദ്ദേഹത്തിന് PhD കിട്ടി. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന പേരിൽ അദ്ദേഹം ഒരു ഫ്രീ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. അദ്ദേഹം പതിവായി വിപാസന യോഗ, ഒരു ബുദ്ധിസ്റ്റ് ധ്യാന രീതിയാണ്, അഭ്യസിക്കുന്നു. അദ്ദേഹം തന്റെ സ്വവർഗരതനായ ജീവിത പങ്കാളിയോടുകൂടി ജെറുസലേമിൽ താമസിക്കുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനമായ പുസ്തകമാണ് സാപ്പിയൻസ്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡ്. ശിലായുഗം മുതൽ 21ാം നൂറ്റാണ്ടിലേക്ക് എത്തി നോക്കുന്ന ഒരു പുസ്തകമാണത്. അദ്ദേഹത്തിന്റെ പുതിയ പുസ്തകമായ ഹോമോ ദേയൂസ്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടുമോറോ, അദ്ദേഹം ഭാവിയിലേക്ക് ഉറ്റുനോക്കുകയും നമ്മളെ വളരെയധികം ചിന്താകുലരാക്കുന്ന ചില അനുമാനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അതിൽ അദ്ദേഹം കാണുന്നത് കുറച്ച് അമാനുഷിക വ്യക്തികളും അവരുടെ താഴെ ഒന്നിനും കൊള്ളാത്ത വലിയ ജനതകളുമാണ്. ഹരാരി വളരെയധികം പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. മനുഷ്യന്റെ ഭാവിയെപ്പറ്റി ഹരാരി പ്രവചിക്കുന്നത് ഇങ്ങനെയാണ്: ചരിത്രം ദൈവങ്ങളിൽ തുടങ്ങി അത് അവസാനിക്കുന്നത് മനുഷ്യർ ദൈവങ്ങളാകുമ്പോഴാണ്. ഈ പാഠഭാഗത്ത് നമ്മൾ കാണുന്നത് ജീവിതത്തിന്റെ അർത്ഥശൂന്യതയെ പറ്റിയാണ്. ഹരാരിയുടെ അഭിപ്രായത്തിൽ സന്തോഷമുണ്ടാകുന്നത് തലച്ചോറിൽ ഉണ്ടാകുന്ന ചില രാസപ്രവർത്തനങ്ങൾ മൂലമാണ്. അദ്ദേഹം പഴയ ആത്മീയ ചിന്താഗതികൾക്ക് എതിരായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാഠഭാഗത്തേക്ക് പോവാം. അതുപോലെ തന്നെ നമ്മളെ ഈ പാഠഭാഗത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സന്തോഷം, അത് നമ്മുടെ എന്താ പറയാ, നമ്മൾ സയൻസ് പഠിച്ചവർക്ക് അറിയാം, തലയിൽ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ചില രാസപ്രവർത്തനങ്ങൾ വഴിയാണ് നമുക്ക് ഡോപ്പാമീൻ ഒക്കെ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് വഴിയിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല, ഒക്കെ ഈ പാഠഭാഗത്ത് തന്നെ ഉണ്ട്. അപ്പൊ നമുക്കതൊന്ന് കേട്ടു നോക്കാം. സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ ജനങ്ങളുടെ സന്തോഷത്തെ പറ്റി അറിയാൻ ചോദ്യാവലികൾ നൽകുന്നു. അവർക്ക് കിട്ടുന്ന ഉത്തരങ്ങളിൽ നിന്നും സന്തോഷത്തെ സാമൂഹിക സാമ്പത്തിക ഘടകങ്ങളും ധനവും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും ആയി ബന്ധപ്പെടുത്തുന്നു. ഇതേ ചോദ്യാവലികൾ തന്നെ ജീവശാസ്ത്രജ്ഞന്മാരും ഉപയോഗിക്കുന്നു. പക്ഷെ അവർ ഉത്തരങ്ങളെ ബന്ധിപ്പിക്കുന്നത് ബയോകെമിക്കലുകളും ജനറ്റിക്കുമായ ഘടകങ്ങളിലാണ്. അവരുടെ ചില നിഗമനങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. ബയോളജിസ്റ്റുകൾ ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സും വികാരങ്ങളും ഒക്കെ ചില ബയോകെമിക്കൽ മെക്കാനിസങ്ങളാണ് രൂപപ്പെടുത്തുന്നത് എന്നാണ്. ഈ മെക്കാനിസങ്ങൾ ദശലക്ഷം കൊല്ലങ്ങൾ കൊണ്ടുണ്ടായ പരിണാമത്തിന്റെ ഫലമാണ്. മറ്റെല്ലാ മാനസികാവസ്ഥകളും പോലെ നമ്മുടെ ക്ഷേമം നിശ്ചയിക്കുന്നത് ശമ്പളം, സാമൂഹിക ബന്ധങ്ങൾ, രാഷ്ട്രീയ അവകാശങ്ങൾ എന്നിവയെ ഒന്നും ആസ്പദമാക്കിയല്ല. മാനസികാവസ്ഥ തീരുമാനിക്കുന്നത് കെട്ടുപിണഞ്ഞു കിടക്കുന്ന നാഡീവ്യൂഹങ്ങളും ന്യൂറോണുകളും നാഡികൾ തമ്മിലുള്ള യോജിപ്പിക്കലുകളും പിന്നെ സെറോട്ടോണിൻ, ഡോപ്പാമീൻ, ഓക്സിറ്റോസിൻ മുതലായ ബയോകെമിക്കൽ പദാർത്ഥങ്ങളുമാണ്. ഒരു ലോട്ടറി അടിച്ചതുകൊണ്ടോ, ഒരു വീട് വാങ്ങിയതുകൊണ്ടോ, ഒരു സ്ഥാനക്കയറ്റം കിട്ടിയതുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു ശരിയായ കാമുകനെയോ കാമുകിയെയോ കിട്ടുന്നതുകൊണ്ടല്ല ഒരു മനുഷ്യൻ സന്തോഷിക്കുന്നത്. ആൾക്കാർ സന്തോഷിക്കുന്നത് ഒരു കാര്യം കൊണ്ട് മാത്രമാണ്, അവരുടെ ശരീരത്തിലെ സന്തോഷകരമായ അനുഭവങ്ങൾ കൊണ്ട്. ലോട്ടറി അടിച്ച ഒരാൾ അല്ലെങ്കിൽ പുതിയതായി ഒരു കാമുകനെയോ കാമുകിയെയോ കണ്ടെത്തിയവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയെന്നിരിക്കും. പണമോ ആളോ അല്ല അവരെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അവരുടെ ശരീരത്തിലെ രക്തത്തിൽ കൂടി പായുന്ന പല വിധത്തിലുള്ള ഹോർമോണുകളും തലച്ചോറിലെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് സിഗ്നലുകളുമാണ് അവരെ അങ്ങനെ തുള്ളിച്ചാടാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ആന്തരികമായ ബയോകെമിക്കൽ സിസ്റ്റം സന്തോഷത്തെ ഒരു പരിധിവരെ മാത്രമേ നിലനിർത്താൻ പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പരിണാമം നമ്മളെ വളരെ വിഷമിപ്പിക്കുന്നവരോ വളരെ സന്തോഷമുള്ളവരോ ആക്കുന്നില്ല.
നമ്മുടെ സന്തോഷ നിമിഷങ്ങൾ എന്നത്തേക്കും നിലനിൽക്കുന്നതല്ല. നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത അനുഭവങ്ങളും ഉണ്ടാകും. ഉദാഹരണത്തിന്, പരിണാമം ആൺവർഗങ്ങൾക്ക് പെൺവർഗമായി തങ്ങളുടെ ജീൻസ് വ്യാപിപ്പിക്കാനായി ഇണചേരുമ്പോൾ ഒരു നല്ല സന്തോഷാനുഭൂതി പ്രദാനം ചെയ്യുന്നു. ലൈംഗികതയ്ക്ക് അങ്ങനെയൊരു സന്തോഷം ഇല്ലായിരുന്നെങ്കിൽ പല പുരുഷന്മാരും ലൈംഗിക പ്രവർത്തികൾക്ക് മുതിരുകയില്ലായിരുന്നു. അതേസമയം ലൈംഗികതയിലെ സന്തോഷം പെട്ടെന്ന് തീർന്നു പോകുന്നു. ലൈംഗികതയുടെ അവസാനമുണ്ടാകുന്ന ആ സംതൃപ്തി അതേപടി നിലനിൽക്കുകയാണെങ്കിൽ ആൺവർഗം ഒന്നും തിന്നാതെ തന്നെ പട്ടിണി കിടന്ന് മരിച്ചുപോകും. കാരണം ആ സംതൃപ്തിയിൽ ലയിച്ച് അവർ ഭക്ഷണകാര്യം തന്നെ മറന്നുപോയേക്കാം. അതുപോലെ തന്നെ അവർ വേറെ ഇണകളെ കണ്ടുപിടിക്കാനുള്ള പ്രയത്നത്തിൽ ഏർപ്പെടുകയുമില്ല. ചില പണ്ഡിതന്മാർ മനുഷ്യന്റെ ബയോകെമിസ്ട്രിയെ എയർ കണ്ടീഷൻ സിസ്റ്റം ആയി താരതമ്യപ്പെടുത്തുന്നു. എയർ കണ്ടീഷൻ സിസ്റ്റം മുറിയിലെ ചൂടിനെ ഒരേപോലെ നിലനിർത്താൻ ശ്രമിക്കുന്നു. പുറത്ത് ചൂടാണെങ്കിലും മഞ്ഞ് പെയ്യുന്നുണ്ടെങ്കിലും എയർ കണ്ടീഷൻ ചെയ്ത മുറിയിലെ ടെമ്പറേച്ചർ അതേപടി നിലനിർത്താനാണ് എയർ കണ്ടീഷണർ സിസ്റ്റം ശ്രമിക്കുന്നത്. ചില വ്യതിയാനങ്ങൾ ഉണ്ടായെന്ന് വരാം, പക്ഷേ എയർ കണ്ടീഷൻ സിസ്റ്റം അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അതേ ടെമ്പറേച്ചറിലേക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കുന്നു. ചില എയർ കണ്ടീഷണേഴ്സ് 25 ഡിഗ്രി സെൽഷ്യസിൽ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വേറെ ചിലവ 20 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. മനുഷ്യന്റെ സന്തോഷവും ഇതേപോലെ വ്യക്തിയെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചില ആൾക്കാർ ജനിക്കുമ്പോൾ തന്നെ നല്ല സന്തോഷമുള്ള ബയോകെമിക്കൽ സിസ്റ്റത്തിലായിരിക്കും. അങ്ങനെയുള്ളവർ അപരിചിതമായ വേറെ ഒരു നഗരത്തിൽ ചെന്നാലും തന്റെ കയ്യിലെ കാശ് മുഴുവനും കളഞ്ഞു പോയാലും തന്റെ എല്ലാ സമ്പാദ്യവും സ്റ്റോക്ക് എക്സ്ചേഞ്ച് ക്രാഷിൽ നഷ്ടപ്പെട്ടാലും തന്നെ ഡയബറ്റീസ് രോഗം ബാധിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോഴും സന്തോഷവാനായിരിക്കും. പക്ഷെ വേറെ ചിലർ ജനിക്കുന്നത് തന്നെ ഒരു സങ്കടാവസ്ഥയിലാണ്. അങ്ങനെയുള്ളവർ എപ്പോഴും നിരാശയിൽ ആയിരിക്കും. ഒരു നല്ല കുടുംബത്തിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ ലോട്ടറി അടിച്ചാലും ഒരു ഒളിമ്പിക് കായിക താരത്തെ പോലെ ആരോഗ്യവാനായിരുന്നാലും അവർ എപ്പോഴും സങ്കടമാണ് കാണിക്കുക. ഒന്നും അവനെ കാര്യമായി സന്തോഷിപ്പിക്കുകയില്ല. ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും കൂട്ടുകാരെയും പറ്റി ചിന്തിക്കുക. ചില ആൾക്കാർ എപ്പോഴും എന്ത് സംഭവിച്ചാലും സന്തോഷമുള്ളവരായിരിക്കും. പക്ഷേ മറ്റു ചിലർ എപ്പോഴും അസന്തുഷ്ടരായിരിക്കും. ജോലി മാറിയാലോ, വിവാഹം കഴിച്ചാലോ, ഒരു നോവൽ എഴുതി തീർത്താലോ, ഒരു പുതിയ കാറ് വാങ്ങിയാലോ, പണയം വെച്ച് വാങ്ങിയ തുക തിരിച്ചടച്ചാലോ നമ്മളൊക്കെ ലോകത്തിന്റെ നെറുകയിലായിരിക്കും എന്നൊക്കെ നാം ചിന്തിക്കും. പക്ഷെ നമ്മൾ ആശിച്ച പോലെ കാര്യങ്ങൾ നടന്നാലും നമുക്ക് കൂടുതൽ സന്തോഷമൊന്നും തോന്നില്ല. കാറ് വാങ്ങിക്കുന്നതും നോവൽ എഴുതുന്നതും ഒന്നും നമ്മുടെ ബയോകെമിസ്ട്രിയെ മാറ്റുന്നില്ല. അല്പം നേരത്തേക്ക് മാറിയെന്നിരിക്കും, പക്ഷേ അത് പഴയ രീതിയിലേക്ക് തിരിച്ചു പോകും. എങ്ങനെയാണ് ഇതെല്ലാം വിശദീകരിക്കാൻ സാധിക്കുക? ഉദാഹരണത്തിന്, ചില മനഃശാസ്ത്രജ്ഞന്മാരും സാമൂഹിക ശാസ്ത്രജ്ഞന്മാരും പറയുന്നത് വിവാഹം കഴിച്ചവർ വിവാഹം കഴിക്കാത്തവരെക്കാളും കൂടുതൽ സന്തോഷമുള്ളവരാണെന്നാണ്. കല്യാണം കഴിച്ചവർ കല്യാണം കഴിക്കാത്തവരെക്കാളും വിവാഹമോചനം നേടിയവരെക്കാളും സന്തുഷ്ടരാണ് എന്നത് സത്യമായിരിക്കാം. പക്ഷേ അതിനർത്ഥം വിവാഹം സന്തോഷമുണ്ടാക്കുന്നു എന്നല്ല, മറിച്ച് സന്തോഷമാണ് വിവാഹത്തിൽ കലാശിക്കുന്നത്. കുറച്ചുകൂടി ശരിയായി പറഞ്ഞാൽ സെറോട്ടോണിൻ, ഡോപാമിൻ, ഓക്സിറ്റോസിൻ മുതലായവയാണ് കല്യാണം കഴിപ്പിക്കുന്നതും അത് നിലനിർത്തിക്കൊണ്ടു പോകുന്നതും. സന്തോഷമുള്ള ബയോകെമിസ്ട്രിയോട് കൂടി ജനിച്ചവർ പൊതുവെ സന്തോഷവും സംതൃപ്തിയും ഉള്ളവരായിരിക്കും. അങ്ങനെയുള്ളവരാണ് കൂടുതൽ നല്ല ജീവിത പങ്കാളികൾ. അങ്ങനെയുള്ളവർ വിവാഹമോചനം തേടുകയില്ല. സന്തോഷവും സംതൃപ്തിയുമുള്ള ഒരു പങ്കാളിയുടെ കൂടെ ജീവിക്കുന്നതാണ് അസന്തുഷ്ടിയും അസംതൃപ്തിയും വച്ചു പുലർത്തുന്ന ഒരാളേക്കാൾ അത്യുത്തമം. അതുകൊണ്ടാണ് കല്യാണം കഴിച്ചവർ കല്യാണം കഴിക്കാത്തവരെക്കാൾ സന്തോഷമുള്ളവരായിരിക്കുന്നത്. അവരുടെ ബയോകെമിസ്ട്രി കൊണ്ട് എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അവിവാഹിതയായ സ്ത്രീ ഒരു ഭർത്താവിനെ കിട്ടിയാലും കൂടുതൽ സന്തോഷവതിയാകുന്നില്ല. ജീവശാസ്ത്രജ്ഞർ പറയുന്നത് ബയോകെമിസ്ട്രിയാണ് ഒരാളുടെ സന്തോഷം നിർണയിക്കുന്നത് എന്നാണ്. പക്ഷേ മനഃശാസ്ത്രപരമായ ഘടകങ്ങൾക്കും സാമൂഹ്യപരമായ ഘടകങ്ങൾക്കും അവയുടേതായ ഒരു സ്ഥാനമുണ്ട്. നമ്മുടെ മാനസികമായ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിന്റെ ഉയർന്ന തലത്തിലും മീതെയോ താഴ്ന്ന തലത്തിലും താഴെയോ അതിന് പോകാൻ പറ്റില്ല. ഒരു ആവറേജ് ലെവൽ സന്തോഷത്തിൽ ജനിക്കുന്ന ഒരാൾ ഒരിക്കലും റോഡിൽ കൂത്താടുകയില്ല. നമ്മൾ സന്തോഷത്തിന്റെ ബയോളജിക്കൽ സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ ചരിത്രത്തിന് വളരെ കുറച്ച് പ്രാധാന്യമേയുള്ളൂ.
ചരിത്രത്തിന് സെറോറ്റോണിൻ ലെവലുകൾ മാറ്റാൻ പറ്റാത്തതുകൊണ്ട് അതിന് മനുഷ്യരെ കൂടുതൽ സന്തുഷ്ടരാക്കാൻ പറ്റില്ല. ഒരു മധ്യകാല ഫ്രഞ്ച് കൃഷിക്കാരനെ ഒരു ആധുനിക പാരീസിലെ ബാങ്കറുമായി താരതമ്യപ്പെടുത്തുക. പന്നിക്കൂടിനടുത്തുള്ള ഒരു മൺകുടിലാണ് ആ കർഷകൻ താമസിച്ചിരുന്നത്. ബാങ്കർ ആണെങ്കിലോ എല്ലാവിധ ആധുനിക സുഖ സൗകര്യങ്ങളോടും കൂടിയ ഒരു മണിമാളികയിലാണ് താമസിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ബാങ്കർ കർഷകനേക്കാളും വളരെയധികം സന്തോഷമുള്ളവനായിരിക്കും എന്നാണ്. മൺകുടിലോ മണിമാളികയോ അല്ല നമ്മുടെ മാനസിക അവസ്ഥ നിർണയിക്കുന്നത്, സെറാറ്റോണിനാണ്. തന്റെ മൺകുടിൽ പൂർത്തിയാക്കിയപ്പോൾ ആ കർഷകന്റെ സെറാറ്റോണിൻ അതിന്റെ ഏറ്റവും ഉച്ചസ്ഥാനിയായ ലെവൽ എക്സിൽ എത്തി. അതുപോലെ തന്നെ ബാങ്കർ തന്റെ മണിമാളികയുടെ അവസാന ഇൻസ്റ്റാൾമെന്റ് കൊടുത്തു തീർത്തപ്പോൾ അവന്റെ സെറാറ്റോണിൻ ലെവൽ എക്സിൽ ആയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ബാങ്കറിന്റെ സന്തോഷം കർഷകന്റെ സന്തോഷത്തെക്കാളും ഒരു കണിക പോലും കൂടുന്നില്ല. വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല, വലിയ പൊതു സംഭവങ്ങളിലും ഇത് സത്യമാണ്. ഉദാഹരണത്തിന് ഫ്രഞ്ച് വിപ്ലവം എടുക്കുക. വിപ്ലവകാരികൾ രാജാവിനെ കൊന്നു, കർഷകർക്ക് ഭൂമി കൊടുത്തു, മനുഷ്യന്റെ അവകാശങ്ങൾ പ്രഘോഷിച്ചു, പ്രത്യേക അവകാശങ്ങളും മറ്റും റദ്ദാക്കി, മുഴുവൻ യൂറോപ്പിനും എതിരായി യുദ്ധം ചെയ്തു. പക്ഷെ ഇതൊന്നും ഫ്രഞ്ച് ബയോകെമിസ്ട്രിയെ മാറ്റിയില്ല. വിപ്ലവത്തിന് മുമ്പ് സന്തോഷമുണ്ടായിരുന്നവർ വിപ്ലവം കഴിഞ്ഞും സന്തോഷത്തിലായിരുന്നു. അസന്തുഷ്ടിയുടെ ബയോകെമിസ്ട്രി ഉള്ളവർ റോബസ്പിയറിനെ പറ്റിയും നെപ്പോളിയനെ പറ്റിയും കുറ്റം പറഞ്ഞു. പണ്ട് അവർ ലൂയി 16 പറ്റിയും മേരി ആന്റോയിനറ്റിനെ പറ്റിയും കുറ്റം പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ ഇത്രയും കുഴപ്പങ്ങളും ഭയവും ചോരയും യുദ്ധവും ഉണ്ടായത്? ആൾക്കാരുടെ വിചാരം ഒരു മാറ്റം വരുമ്പോൾ അവർ സന്തോഷം ഉള്ളവരാകുമെന്നാണ്. പക്ഷെ പലപ്പോഴും അവരുടെ ബയോകെമിസ്ട്രി അവരെ ചതിക്കുന്നു. ഇന്ന് നാം മനസ്സിലാക്കുന്നത് നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ ബയോകെമിക്കൽ സിസ്റ്റത്തിന്റെ കയ്യിലാണെന്നാണ്. രാഷ്ട്രീയവും സാമൂഹിക പരിഷ്കാരങ്ങളും പട്ടാള അട്ടിമറികളും ആശയ സംഹിതകളും ഒന്നും തന്നെ നമ്മളെ സന്തോഷിപ്പിക്കുന്നില്ല. പക്ഷെ ബയോകെമിസ്ട്രി ശരിക്ക് കൈകാര്യം ചെയ്താൽ അത് സാധിക്കും. കോടിക്കണക്കിന് പണം തലച്ചോറിന്റെ രാസഘടന മനസ്സിലാക്കാനും ശരിയായ ട്രീറ്റ്മെന്റുകൾ നടത്തുവാനും ചിലവാക്കിയാൽ നമുക്ക് ജനങ്ങൾക്ക് കൂടുതൽ സന്തോഷം നൽകാൻ കഴിയും. പ്രൊസാക് ഭരണകർത്താക്കളെ മാറ്റുന്നില്ല, പക്ഷെ ജനങ്ങളുടെ സെറാറ്റോണിൻ ലെവലുകൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് അവരെ വിഷാദത്തിൽ നിന്നും രക്ഷിക്കാം. ഈ ബയോളജിക്കൽ ആർഗ്യുമെന്റ് പുതുയുഗ മുദ്രാവാക്യത്തിൽ ഏറ്റവും നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. സന്തോഷം ഉള്ളിൽ നിന്ന് തുടങ്ങുന്നു. പണം, സാമൂഹ്യ പദവി, പ്ലാസ്റ്റിക് സർജറി, നല്ല വീടുകൾ, സ്ഥാനമാനങ്ങൾ ഇവയൊന്നും സന്തോഷം കൊണ്ടുവരുന്നില്ല. അത് കൊണ്ടുവരുന്നത് സെറോട്ടോണിൻ, ഡോപാമിൻ, ഓക്സിറ്റോസിൻ എന്നിവയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ച നേരിട്ട 1932 ആൽഡസ് ഹക്സ്ലി എഴുതിയ ഒരു നോവലാണ് ബ്രേവ് ന്യൂ വേൾഡ്. അതിൽ അദ്ദേഹം പറയുന്നത് സന്തോഷമാണ് ഏറ്റവും മഹത്തായത് എന്നും സൈക്കാട്രിക് ഡ്രഗുകൾ പോലീസിനെയും ബാലറ്റിനെയും മാറ്റി രാഷ്ട്രീയത്തിന്റെ അടിത്തറയാകുമെന്നാണ്. ഓരോ ദിവസവും ഓരോരുത്തരും ഒരു ഡോസ് സോമ എടുക്കുന്നു. സോമ ഒരു സിന്തറ്റിക് ഡ്രഗാണ്. അത് കഴിച്ചാൽ അവരുടെ കഴിവുകളും ഉൽപാദനക്ഷമതയും ഒട്ടും കുറയാതെ തന്നെ അവർക്ക് സന്തോഷത്തോടെ ജോലി ചെയ്യാൻ പറ്റും. ലോക ഗവൺമെന്റ് ആണ് ലോകം മുഴുവൻ ഭരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ യുദ്ധങ്ങളില്ല, വിപ്ലവങ്ങളില്ല, പണിമുടക്കുകളില്ല, സമരങ്ങളില്ല. അതുകൊണ്ട് എല്ലാവരും സന്തോഷവാന്മാരായി ജീവിക്കുന്നു. ഹക്സ്ലിയുടെ ഈ കാഴ്ചപ്പാട് ജോർജ് ഓർവെലിന്റെ 1984 എന്ന പുസ്തകത്തിലെ ഭാവിയെ പറ്റിയുള്ള പ്രവചനത്തെക്കാളും പ്രയാസമുണ്ടാക്കുന്നതാണ്. ഹക്സ്ലിയുടെ ലോകം കൂടുതൽ വായനക്കാർക്കും പേടിപ്പെടുത്തുന്നതായി തോന്നാം. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് വിശദീകരിക്കാൻ പറ്റില്ല. എല്ലാവരും എപ്പോഴും സന്തോഷത്തോടു കൂടിയിരുന്നാൽ അതുകൊണ്ട് എന്താണ് കുഴപ്പം? സന്തോഷം രസത്തിലാണ് നിലകൊള്ളുന്നത് എന്ന നിഗമനത്തിലാണ് ഹക്സ്ലിയുടെ ലോകം കെട്ടിപ്പടുത്തിരിക്കുന്നത്. രസം എന്ന് പറഞ്ഞാൽ രസമുള്ള ശാരീരിക അനുഭവങ്ങൾ ഉണ്ടാക്കുക എന്നാണ് അർത്ഥം. ഈ അനുഭവങ്ങളെ നമ്മുടെ ബയോകെമിസ്ട്രി അളവിലും ദൈർഘ്യത്തിലും പരിമിതപ്പെടുത്തുന്നു. ഒരു മനുഷ്യനെ കൂടുതൽ നേരം സന്തോഷാനുഭവത്തിൽ നിലനിർത്തണമെങ്കിൽ അവന്റെ ബയോകെമിക്കൽ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. സുഖത്തിന്റെ നിർവചനം പല പണ്ഡിതന്മാരും ചോദ്യം ചെയ്യുന്നുണ്ട്. വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു സ്റ്റഡിയിൽ ഡാനിയൽ കഹനെമാൻ എന്ന ഇക്കണോമിക്സിൽ നൊബേൽ പ്രൈസ് ലഭിച്ച പണ്ഡിതൻ പലരോടും ആവശ്യപ്പെട്ടു അവരുടെ ഒരു സാധാരണ പ്രവൃത്തി ദിവസത്തെ ഓരോ സംഭവങ്ങളും ഓർത്തെടുക്കാനും ഓരോ നിമിഷവും അവർക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നും വിവരിക്കാൻ. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം ഒരു വിരോധാഭാസമായി തോന്നിയേക്കാം. ഒരു കുട്ടിയെ വളർത്തുന്നതിന് ആവശ്യമായ ജോലി തന്നെ എടുക്കുക.
കഹ്നെമാൻ മനസ്സിലാക്കിയത് സന്തോഷത്തിന്റെയും ബോറടിക്കുന്നതിന്റെയും നിമിഷങ്ങളെ കണക്കു കൂട്ടുമ്പോൾ ഒരു കുട്ടിയെ വളർത്തുക എന്നത് ഒട്ടും തന്നെ സന്തോഷമില്ലാത്തൊരു കാര്യമാണ്. നാപ്പി മാറ്റലും പാത്രം കഴുകലും കുട്ടിയുടെ ദേഷ്യവും വാശിയും ഒക്കെ നേരിടുന്നതും കുട്ടിയെ വളർത്തുന്നതിന്റെ ഒരു പ്രധാന ഭാഗമാണല്ലോ. എന്നിരുന്നാലും പല മാതാപിതാക്കളും പറയുന്നത് അവരുടെ സന്തോഷത്തിന്റെ പ്രധാന നിദാനം അവരുടെ കുട്ടികളാണെന്നാണ്. ആൾക്കാർക്ക് അവർക്ക് എന്താണ് നല്ലത് എന്ന് അറിയില്ല എന്നാണോ ഇതിനർത്ഥം? അതിനു പുറമെ അദ്ദേഹത്തിന്റെ സ്റ്റഡി കാണിക്കുന്നത് സുഖം എന്ന് പറയുന്നത് രസത്തിന്റെ പുറത്ത് രസം അടുക്കി വെക്കുന്നതല്ല, ജീവിതത്തെ മൊത്തമായി കാണുകയും അത് അർത്ഥവത്താണെന്നും ഫലപ്രദമാണെന്നും കാണുന്നതിലാണ് സുഖം നിലകൊള്ളുന്നത്. നമ്മൾ ഒരു കുട്ടി സ്വേച്ഛാധിപതിയുടെ അടിമകളാണോ അതോ നമ്മൾ ഒരു പുതിയ ജീവനെ സ്നേഹത്തോടെ പരിരക്ഷിക്കുകയാണോ എന്നുള്ളത് നിർണ്ണയിക്കുന്നത് നമ്മുടെ മൂല്യബോധങ്ങളാണ്. നീഷെ പറഞ്ഞു, നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു കാരണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും സഹിക്കാം. ഏറ്റവും വലിയ പ്രയാസങ്ങളുടെ നടുക്കും അർത്ഥവത്തായ ഒരു ജീവിതം സംതൃപ്തി തരുന്നു. പക്ഷെ അർത്ഥമില്ലാത്തൊരു ജീവിതം മറ്റു സുഖസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി അതൊരു ശിക്ഷയായി മാറുന്നു. എല്ലാ സംസ്കാരങ്ങളിലെയും എല്ലാ കാലഘട്ടങ്ങളിലെയും ജനങ്ങൾ ഒരേപോലുള്ള രസങ്ങളും ഒരേപോലുള്ള വേദനകളുമാണ് അനുഭവിച്ചിട്ടുള്ളത്. പക്ഷെ അവർ അതിന് കൊടുക്കുന്ന അർത്ഥം വ്യത്യസ്തമുള്ളതായിരിക്കും. മധ്യകാലഘട്ടങ്ങളിലെ ജനങ്ങളുടെ ജീവിതം വളരെ പരുക്കനായിരുന്നു. പക്ഷെ അവർ സ്വർഗീയ സുഖത്തിൽ വിശ്വസിച്ചു. അതുകൊണ്ട് അവരുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടായിരുന്നു. മതത്തിൽ വിശ്വാസമില്ലാത്ത ആധുനിക ജനങ്ങൾ അർത്ഥമില്ലാത്ത മറവിയില്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആകപ്പാടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് സംതൃപ്തിയുണ്ടോ എന്ന ചോദ്യത്തിൽ പണ്ടുകാലത്തെ ആൾക്കാർക്കായിരിക്കും കൂടുതൽ മാർക്ക് കിട്ടുന്നത്. നമ്മുടെ പണ്ടുകാലത്തെ പൂർവികർ സന്തോഷമുള്ളവരായിരുന്നു. കാരണം മരണാനന്തര ജീവിതത്തെ പറ്റിയുള്ള ഒരു മിഥ്യയിലായിരുന്നു അവരുടെ ജീവിതം. പൂർണ്ണമായും ശാസ്ത്രീയപരമായ വീക്ഷണകോണിൽ നിന്നും നോക്കിയാൽ മനുഷ്യ ജീവിതത്തിന് ഒരർത്ഥവുമില്ല. മനുഷ്യന്മാർ എല്ലാവരും അന്ധമായ പരിണാമ പ്രക്രിയകളുടെ ഫലമാണ്. ഈ പ്രക്രിയകൾക്ക് ഒരു ലക്ഷ്യമോ ഉദ്ദേശമോ ഒന്നുമില്ല. നമ്മുടെ പ്രവർത്തികൾ ഒരു ദൈവിക പ്ലാനിന്റെ ഭാഗമൊന്നുമല്ല. ഈ ഭൂമി പൊട്ടിത്തെറിച്ചു പോയാലും ഈ പ്രപഞ്ചം ഇതുപോലെ തന്നെ മുന്നോട്ടു പോകും. നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം കാണുന്നത് വെറും ഒരു മിഥ്യയാണ്. ശാസ്ത്രജ്ഞൻ പറയുന്നത് അവന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന്, കാരണം അവൻ അറിവിന്റെ കലവറ വിപുലമാക്കുന്നു. പട്ടാളക്കാരൻ പറയും അവന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന്, കാരണം അവനാണ് മാതൃഭൂമിയെ സംരക്ഷിക്കുന്നത്. ഒരു സംരംഭകൻ പറയും അവന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന്, കാരണം അവനാണ് ഒരു പുതിയ കമ്പനി ഉണ്ടാക്കുന്നത്. ഈ പറയുന്ന എല്ലാവരും തന്നെ പഴയ കാലത്തെ ആൾക്കാരെ പോലെ മിഥ്യാബോധത്തിലാണ്. പഴമക്കാർ അർത്ഥം കണ്ടത് വേദപുസ്തകങ്ങൾ വായിക്കുന്നതിലും കുരിശുയുദ്ധത്തിന് പോകുന്നതിലും പുതിയ കത്തീഡ്രലുകൾ നിർമ്മിക്കുന്നതിലുമാണ്. സമൂഹത്തിൽ നിലവിലുള്ള സാമാന്യ മിഥ്യാബോധങ്ങളിൽ തങ്ങളുടെ മിഥ്യാബോധം ലയിപ്പിക്കുന്നതാണ് സന്തോഷം. എനിക്ക് ചുറ്റുമുള്ള മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലെ ഞാൻ ചിന്തിച്ചാൽ എന്റെ ജീവിതം അർത്ഥവത്തായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. ആ ചിന്തയിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്നു. ഇതൊരു വളരെ പ്രയാസപ്പെടുത്തുന്ന അനുമാനമാണ്. സ്വയം സൃഷ്ടിക്കുന്ന മിഥ്യയിൽ നിലനിൽക്കുന്നതാണോ സന്തോഷം? ഓക്കെ ഫ്രണ്ട്സ്, ഇങ്ങനെയാണ് ആ പാഠഭാഗം അവസാനിക്കുന്നത്. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം പൂർണ്ണമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.